ഏവർക്കും ട്രൂ റിയൽ എസ്റ്റേറ്റ് അഡ്വൈസറിയിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് കൊച്ചിൻ സിറ്റി സെൻറ്റർ എന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മളുടെ പാലാരിവട്ടത്തിനും വൈറ്റിലേക്കും അടുത്തായി അല്ലെങ്കിൽ ഓൺ ദ റൂട്ട് ഏകദേശം ഒരു വാക്കബിൾ ഡിസ്റ്റൻസിൽ പുതിയ റോഡ് ഏരിയയിൽ കേരളത്തിലെ തന്നെ വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് അല്ലെങ്കിൽ നോൺ ബിൽഡേഴ്സ് ആയിട്ടുള്ള PB ഹോംസ്, തൃശ്ശൂർ ബിൽഡേഴ്സിൻ്റെ സബ്സിഡിയറി ആയ PB ഹോംസ്, ഏത് തൃശ്ശൂർ പൂരം അറിയാലോ, അതുപോലെ വെട്ടിക്കെട്ട് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നിരിക്കുന്നതാണ്. നമുക്കിവിടെ 60 സെൻറ്റിൽ ഏകദേശം 48 യൂണിറ്റ്സ് ഓഫ് 3 and 4 സൂപ്പർ ലക്ഷറി BHKs ആയിട്ടുള്ള അപ്പാർട്ട്മെൻറ്റ്സ് സെയിലിനുണ്ട്. ആൻഡ് ഓൾമോസ്റ്റ് 80% ഓഫ് ദ പ്രോപ്പർട്ടി ഈസ് സോൾഡ് ഔട്ട്. അപ്പം നിങ്ങൾക്ക് വെറും ലിമിറ്റഡ് ആയിട്ടുള്ള 20 യൂണിറ്റ്സ് മാത്രമേ ഉള്ളൂ. അപ്പം പെട്ടെന്ന് വിളിക്കുക, ബാക്കിയുള്ള ഫുൾ വീഡിയോ കാണുക. NH66 6 ലൈൻ റോഡ് വരുന്നതിൽ നിന്ന് വെറും വാക്കബിൾ ഡിസ്റ്റൻസ്. നിങ്ങൾക്കറിയാം, നേരെ പുറത്തേക്ക് ഇറങ്ങിയാൽ എറണാകുളം മെഡിക്കൽ സെൻ്റർ ഹോസ്പിറ്റൽ, അതുപോലെ തന്നെ വൈറ്റില ഹബിലേക്ക് പോകാനാണെങ്കിൽ തൊട്ടടുത്താണ്. ഇപ്പോൾ കാക്കനാടേക്ക് നമ്മളുടെ മെട്രോയുടെ എക്സ്റ്റൻഷൻ വരുന്നുണ്ട്. സോ മെട്രോ സ്റ്റേഷൻ ഈസ് ഓൾസോ നിയർ ബൈ. പിന്നെ സിറ്റിയുടേതായിട്ടുള്ള എല്ലാ ഫെസിലിറ്റീസ്, ഇപ്പോൾ നിങ്ങൾക്ക് മെക്ഡോണൽഡ്സ് പോകണോ തൊട്ടടുത്തുണ്ട്, അല്ലെങ്കിൽ ലുലുവിലേക്ക് പോകണോ വിത്തിൻ 5 minutes യു ക്യാൻ റീച്ച്. ഒബ്രോഡ് 4 മിനിറ്റ് കൊണ്ടെത്താം. അപ്പം അങ്ങനെയുള്ള എല്ലാ ഫെസിലിറ്റീസും പാലാരിവട്ടത്തേക്ക് വിത്തിൻ ഒരു 5 minutes നിങ്ങൾക്ക് പാലാരിവട്ടത്തും എത്തുവാൻ സാധ്യമാകുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. സോ അപ്പോൾ ഫുൾ വീഡിയോ കാണുക. അപ്പോൾ ശ്യാം, നമ്മൾക്കിത് വരുന്നത് 60 ലാൻഡ് ആണ്. ജസ്റ്റ് വാക്കബിൾ ഡിസ്റ്റൻസ് അല്ലേ? അതെ. എനിക്ക് തോന്നുന്നു ഒരു 50 meters 50 meters എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാക്ക് ചെയ്യാനുള്ള സ്പേസ് പോലും ഇല്ല. അതെ. മനസ്സിലായി. അതിനുള്ളിൽ നമുക്ക് NH66 6 ലൈൻ റോഡ്, യെസ് അതും എറണാകുളത്ത് ഏറ്റവും പോഷായിട്ടുള്ള ഒരു ലൊക്കാലിറ്റിയാണ് പാലാരിവട്ടം. എന്ന് വെച്ച് കഴിഞ്ഞാൽ പാലാരിവട്ടം ലുലുവിൻ്റെ അവിടെ നിന്ന് തൊട്ട് നമ്മൾക്ക് വൈറ്റില വരെയുള്ള ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ മാക്സിമം പ്രൈം ലൊക്കേഷൻ ഇൻ കൊച്ചിൻ സിറ്റി. ഏറ്റവും കൂടുതൽ ഡെവലപ്മെൻറ്റ്സും എല്ലാം വരുന്ന ഒരു ഏരിയ. അവിടെയാണ് PB ഹോംസിൻ്റെ ഈ അടിപൊളി അല്ലെങ്കിൽ ഒരു തകർപ്പൻ ലക്ഷറി ഓറിയൻറ്റഡ് ആയിട്ടുള്ള 3 and 4 BHKs ഈസ് അവൈലബിൾ ഫോർ സെയിൽ. അതും 80% ഓൾറെഡി സോൾഡ് ഔട്ട്. നമുക്കൊരു ചെറിയൊരു സാമ്പിൾ എക്സ്പീരിയൻസ് സെൻറ്റർ ഉണ്ട്. സോ വിൽ ജസ്റ്റ് ടേക്ക് ഇറ്റ് ത്രൂ ഒന്ന്. അപ്പോൾ ശ്യാം, നമുക്കിപ്പം ഇതിലുള്ളത് ഒരു കംപ്രസ്ഡ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് സെൻറ്റർ ആണ്. ഇപ്പോൾ ബേസിക്കലി സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് എങ്ങനെയാണ് നിങ്ങൾ ബിൽഡ് ചെയ്യുന്നത് എന്നുള്ള കൺസെപ്റ്റ് ആണ് കാണിച്ചിരിക്കുന്നത്. സോ ദാറ്റ് വൺസ് യു കം ഇൻ ഓവർ ഹിയർ, നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തൊക്കെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ ക്വാളിറ്റി മെറ്റീരിയൽസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്, അതിൻ്റെതായിട്ടുള്ള ഒരു ഐഡിയ ദേ വുഡ് ബി പ്രൊവൈഡിങ് യു. ആൻഡ് ഇറ്റ്സ് എ റെറ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റ് ആണ്. പിന്നെ ഇപ്പോൾ ഇപ്പുറത്തെ സൈഡിലായിട്ടാണെങ്കിൽ എന്തൊക്കെയാണ് ഫിക്സ്ചേഴ്സ് യൂസ് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ ഫയർ റിലേറ്റഡ് ആയിട്ടുള്ള സേഫ്റ്റി, അങ്ങനെയുള്ള കാര്യങ്ങൾ, അതുപോലെ റെഡിക്കേറ്റഡ് ഗ്യാസ് സപ്ലൈയുടെ എന്തൊക്കെയാണ് യൂസ് ചെയ്യാൻ പോകുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നിരിക്കുന്നു. പിന്നെ ഒരു എക്സ്പീരിയൻസിന്റെ ഇൻ എ വേ ദേ ആർ ജസ്റ്റ് ഷോയിങ് യു വാട്ട് ദേ ആർ പ്രൊവൈഡിങ് ഓവർ ഹിയർ. അപ്പം ഇതിലിപ്പോൾ ഒരു സാമ്പിൾ ബെഡ്റൂമിന്റെ ഇതാണ് കൊടുത്തിരിക്കുന്നത്. മാസ്റ്റർ ബെഡ്റൂം ആണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല സ്പേഷ്യസ്, എനിക്ക് തോന്നുന്ന ഒരു നല്ല വലിപ്പമുള്ളത്. അതെ, നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം വരുന്നത് 14x12 ആണ് നമ്മുടെ സൈസ്. 14x12 ആണ് സൈസ്. സോ ഇറ്റ്സ് വെരി സ്പേഷ്യസ്. അതെ. നമ്മളൊരു ക്യൂൺ സൈസ് ബെഡ് ഇട്ടിട്ടാണെങ്കിലും നമുക്ക് ഇവിടെ സോഫ ഇടാനുള്ള സ്പേസ് അല്ല. 14x12 എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു കിങ് സൈസ് ഇട്ട് കഴിഞ്ഞാൽ ആവശ്യം കൂടുതൽ സ്പേസ് ഉണ്ട്. അതെ, കവേർഡ്സ് ആൻഡ് ഓൾ. പിന്നെ എനിക്ക് തോന്നുന്നു സെപ്പറേറ്റ് ഒരു വാർഡ്രോബ് ഉണ്ട്, വാക്ക്-ഇൻ വാർഡ്രോബ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. പ്ലസ് നമുക്കൊരു ടോയ്ലറ്റിന്റെ സ്പേസും കൂടി നൽകിയിട്ടുണ്ട്. അപ്പം ടു സേ മോർ, ഇപ്പം നമുക്കൊരു 1000 എത്ര സ്ക്വയർ ഫീറ്റിന്റെ ആണ് 3 BHK വരുന്നത്? 1554 സ്ക്വയർ ഫീറ്റ് ആണ് നമ്മുടെ. 1554 സ്ക്വയർ ഫീറ്റ്. ഇപ്പൊ ഈ ഒരു ടോയ്ലറ്റ് ആണെങ്കിലും അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ് വരുന്നത്. ഇതിപ്പം ഈ ഒരു സ്പേസ് ശരിക്കും പറഞ്ഞാൽ ഓക്കെ, ഇത്രയും സ്പേസ് നമുക്കൊരു L ഷേപ്പില് പൗഡർ റൂമിന് സ്പേസ് ഉണ്ട്. അല്ല സോറി, വാക്ക്-ഇൻ വാർഡ്രോബിന് സ്പേസ് ഉണ്ട്. പിന്നെ പറയാനാണെന്നുണ്ടെങ്കിൽ 3 BHK വരുന്നത് 1554 സ്ക്വയർ ഫീറ്റ് ആണ്. 1554 സ്ക്വയർ ഫീറ്റ്. പിന്നെ 4 ബെഡോ 2107. അപ്പൊ 3 BHK എന്ത് റേഞ്ച് വരുന്നുണ്ട് നമുക്കിപ്പോ? 3 BHK നിലവിൽ ഇന്നത്തെ ഡേറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് 1.26 വരുന്നു. 1.26 നമ്മൾക്ക് ഇപ്പോൾ April 1st വീക്കിൽ ലഭ്യമാകുന്നു. അത് ഇനിയും കൂടും. അതെ.
1.26 ആലോചിച്ചോളൂ കേട്ടോ. കൊച്ചിൻ സിറ്റി സെന്റർ ആണ്, വെറും വാക്കബിൾ ഡിസ്റ്റൻസിൽ നിങ്ങൾക്ക് PB ഹോംസിന്റെ ഒരു വെരി എന്താ പറയുക, ഇതൊരു മണി അല്ലെങ്കിൽ വാല്യൂ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റ് ആണ്, അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ ഒരു ഹൗസിംഗ് പ്രൊജക്ട് ആണ് യു ആർ ഗെറ്റിംഗ് ഓൺ ഇറ്റ്. അതെ അതെ. 4 ബെഡ് വരുമ്പോഴത്തേക്ക് 1.7 വരും. അത്രേ വരുന്നുള്ളൂ. അതേ വരുന്നുള്ളൂ. കാരണം ഇപ്പം സിറ്റി സെന്ററിലുള്ള ഒരു 2000 ചില്ലറ സ്ക്വയർ ഫീറ്റിന്റെ ഒരു ബിൽഡിംഗ് എടുക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ റേഞ്ച് ഏകദേശം 2.5 കോടി 3 കോടിയാണ്. അതെ അതെ അതെ. മനസ്സിലാണല്ലോ. അതും വെറും 50 മീറ്റർ മാത്രം പാലാരിവട്ടം ബൈപ്പാസിൽ നിന്ന്. അതെ. ഓക്കെ. അമ്യൂണിറ്റീസ് എന്തെല്ലാം ഉണ്ട് നമുക്ക് എല്ലാ കാർ പാർക്കിംഗ് EV ചാർജിംഗ് പോയിന്റ് ഉണ്ട്. എല്ലാ കാർ പാർക്കിംഗ്സിനും EV ചാർജിംഗ് പോയിന്റ് ഉണ്ട്. ഓക്കെ, ദാറ്റ്സ് എ ന്യൂ ട്രെൻഡ് വിച്ച് ഹാസ് കമ്മിങ്. അതെ. പിന്നെ 14 സീറ്റിന്റെ മിനി തിയേറ്റർ ഉണ്ട്. ലുലു മാളിലെ മിനി തിയേറ്റർ ഉണ്ട്. ഓക്കെ. അപ്പം അതിൽ നമുക്ക് ഇഷ്ടമുള്ള ഫിലിം കാണാം. അതെ അതെ. മംഗലശ്ശേരി നീലകണ്ഠൻ എല്ലാം കാണാം. അതെ. ഓക്കെ. പിന്നെ ഫുൾ ഫർണിഷ്ഡ് ഗസ്റ്റ് സ്യൂട്ട് റൂം ഉണ്ട്. ഫർണിഷ്ഡ് ആയിട്ടുള്ള ഗസ്റ്റ് സ്യൂട്ട് റൂംസ് ഉണ്ട്. ഗസ്റ്റ് ആരെങ്കിലും വന്നാൽ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ പാർക്കിംഗ്സോ? പാർക്കിംഗ്സ് സ്റ്റേജ് പാർക്കിംഗ്സ് അവൈലബിൾ. അണ്ടർഗ്രൗണ്ട് പാർക്കിംഗ്സ് അല്ലല്ലോ. അണ്ടർഗ്രൗണ്ട് ഇല്ല, നമ്മൾ അണ്ടർഗ്രൗണ്ട് ചെയ്യുന്നില്ല. കാരണം ഇന്നത്തെ സിറ്റിയുടേതായിട്ടുള്ള പ്രശ്നങ്ങൾ, വാട്ടർ ലോഗിംഗ് ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് പീപ്പിൾ ഡസൻ പ്രിഫർ അണ്ടർഗ്രൗണ്ട് പാർക്കിംഗ്. നോർമൽ ലെവലിൽ നിന്നാണ് നമ്മുടെ പാർക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഗ്രൗണ്ടിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ അമ്യൂണിറ്റി പോർഷനിൽ വേറെ എന്തെങ്കിലും? പിന്നെ സ്വിമ്മിംഗ് പൂൾ ഉണ്ട്, പൂൾ ഉണ്ട്, യോഗ സ്പേസ് ഉണ്ട്, മൾട്ടിപർപ്പസ് ഹാൾ ഉണ്ട്. Okay, so you are providing all the luxury facilities for this reasonable rate. അതെ അതെ. അല്ലെ, very reasonable rate. Yes yes. 3 BHK 1554 സ്ക്വയർ ഫീറ്റിന് വെറും 1,26 ലക്ഷം രൂപ ആസ് ഓഫ് ഫോർ നൗ. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, ഇവിടെയുള്ള ബിൽഡേഴ്സിന്റെ റേറ്റ് നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ. അപ്പം 4 ബെഡ് വരുമ്പോഴത്തേക്ക് 107 സ്ക്വയർ ഫീറ്റ് ആണ്. 107 സ്ക്വയർ ഫീറ്റിന് 1,70,00,000. 1 കോടി. സത്യം പറഞ്ഞാൽ ലോട്ടറി അടിച്ചു എന്ന് കൂട്ടിയാൽ മതി. അപ്പം വെരി റീസണബിൾ റേറ്റ്, വെരി ജെന്യുവിൻ റേറ്റ്. നിങ്ങൾ ഉടനടി കോൺടാക്ട് ചെയ്യുക. വെരി ലിമിറ്റഡ് യൂണിറ്റ്സും കൂടി അവൈലബിൾ ഉള്ളൂ. ആൻഡ് ഇറ്റ്സ് എ റെറ രജിസ്റ്റേർഡ് ആയിട്ടുള്ള പ്രൊജക്റ്റ് ആണ്. ആൻഡ് ഇറ്റ്സ് എ വെരി വെൽ നോൺ ആയിട്ടുള്ള ഒരു ബിൽഡറിൻ്റെയും കൂടിയാണ്. അപ്പോൾ അധികം താമസിക്കരുത്. പോയി കഴിഞ്ഞിട്ട് പിന്നെ എന്നെ വിളിച്ചിട്ടും കാര്യമില്ല. പിന്നെ വിളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ശ്യാം വേറെ ഏതെങ്കിലും പ്രൊജക്റ്റിലുണ്ടെങ്കിൽ അപ്പോൾ തരാനേ നോക്കുകയുള്ളൂ. അപ്പോൾ താങ്ക് യു ശ്യാം. താങ്ക്സ് എ ലോട്ട്. അപ്പോൾ ബി എ ഗ്രേറ്റ് സക്സസ് ഫോർ യു ഇൻ കൊച്ചിൻ സിറ്റി. നിങ്ങളല്ലാതെ വേറെ ഒരിക്കലും ഒരു പ്രൈം ലൊക്കേഷനിൽ, അതും ഞാൻ പറഞ്ഞില്ലേ, പാലാരിവട്ടം പാലത്തിനും വൈറ്റിലേക്കും ഇടയിൽ ഏറ്റവും പ്രൈം ലൊക്കാലിറ്റിയിൽ ഇപ്പം ഏറ്റവും കൂടുതൽ ഒരു ഹൈപ്പ് വരുന്നത് 6 ലൈൻ റോഡ് ഇവിടെ നിലവിൽ വന്നുകൊണ്ടിരിക്കുന്നു. ആൻഡ് മേ ബി ഇൻ അനദർ 1 year ടൈം ഇറ്റ്സ് കമ്മിങ് ഇൻ. അപ്പം വെറും 50 മീറ്റർ സിറ്റിയുടേതായിട്ടുള്ള എല്ലാ ബെനിഫിറ്റ്സും ഉള്ള ഒരു ഏരിയയിലാണ്. അതും വിലയോ തുച്ഛം, ക്വാളിറ്റിയോ മാക്സിമം, ആ രീതിയിൽ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു. അപ്പോൾ ഏവർക്കും ഒരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് ഐ ബിൻ ജോസ് സൈനിങ് ഓഫ്. ടേക്ക് കെയർ. ബൈ ബൈ. സീ യാ.